സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പാറക്കെട്ടിൽ പള്ളിയിൽ ഇന്ന് റാത്തീബാണ്. ഇന്ന് ഒറിജിനൽ പള്ളിക്കറി നിങ്ങൾക്ക് നമ്മളിവിടെ കാണിക്കും നമ്മളെ വീഡിയോയിലുള്ള. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. പുതിയ ആളാണ് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ കാണണം. അപ്പോൾ സ്പെഷ്യൽ പള്ളിക്കറി ഞങ്ങൾ അമ്പാച്ച ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പള്ളിക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ പോവാല വീഡിയോയിലേക്ക്. അമ്മാച്ച അടുപ്പ് റെഡിയാക്കുന്നുണ്ട്, ഉള്ളിയെല്ലാം കട്ടാക്കുന്നുണ്ട്. എന്ത് കഥ? ഇന്ന് നമ്മളെ പള്ളിയിലെ വാർഷിക റാത്തീബ നടക്കാൻ പോകുന്നുള്ളത്. മുൻപന്തിയിൽ നിൽക്കുന്നത് സെക്രട്ടറി അസറുദ്ദീൻ തന്നെയാണ്. ഇറച്ചെല്ലാം കൈത്ത് റെഡിയാക്കുന്നുണ്ട്. ഏകദേശം 230 കിലോ ഇറച്ചാണ് നമ്മളിവിടെ കറി വെക്കുന്നതിന്. ഇവിടെ തന്നെയാണ് പോത്തെല്ലാം അറുത്തത്. അപ്പോൾ അത് കൈത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഇറച്ചി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ ബട്ടളത്തിലായിട്ടാണ് വെക്കുന്നത്. ഒറ്റ ബട്ടളത്തിൽ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇറച്ചി ഇടുമ്പോൾ അതിലേക്ക് തന്നെ ലെയറായിട്ട് ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജലീൽ ഫുൾ ഫീൽഡിലാണ്. ഏകദേശം ഇറച്ചിയെല്ലാം ആവാറായി. അതിൻ്റെ മേലേക്കും ഉള്ളിയിട്ട് പിന്നെ അതിലേക്ക് ഇടുന്നുള്ള വലിയ ജീരകമാണ്, പെരുംജീരകം ഇട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി കുറച്ചും കൂടെ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇടാനുണ്ട്. പിന്നെ കസ്തൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇറച്ചിയെല്ലാം മൊത്തത്തിലൊന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് കർച്ചപ്പല, കസ്തൂരി മേത്തിയും കർച്ചപ്പലെല്ലാം ഇതിലേക്ക് എടുത്ത് ഏകദേശം ഇറച്ചി ആവാറായി. ഇനി ലാസ്റ്റ് ഒരു വെട്ടിയേ ഉള്ളൂ. ലാസ്റ്റ് വെട്ടി കുഞ്ഞാമുച്ച. അപ്പോൾ ഇറച്ചിയെല്ലാം ബട്ടത്തിലായി, ഏകദേശം എല്ലാ ഇറച്ചും ബട്ടത്തിലായി. പിന്നെ നമ്മൾ ഉള്ളി കർച്ചപ്പലെല്ലാം ഇട്ട് ഇനി ലാസ്റ്റ് നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി കുറച്ച് മുമ്പിട്ടിന്, അപ്പോൾ ബാക്കിയുള്ള മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ഉപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പിന്ന് പാങ്ങനെ കത്തിക്കുന്നുള്ള നന്നായിട്ട് ബീഫ് തളിച്ച് വരാൻ വേണ്ടിയിട്ട്. ബീഫിൻ്റെ തള വരുന്നുണ്ട്, നന്നായിട്ട് തീ കത്തുമ്പോൾ തള വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫുള്ള് ഇളക്കി കൊടുക്കാനുണ്ട്. കാരണം ഇതിലേക്ക് നമുക്ക് പച്ച മസാല, അരച്ച് വെച്ചുള്ള പച്ച മസാല ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് തള വരുമ്പോഴേക്ക് എല്ലാം ഫുള്ള് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ ഇതിലേക്ക് നമുക്ക് പച്ച മസാല ചേർക്കാനുണ്ട്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച് വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് സോയ സോസാണ് നമ്മൾ ചേർക്കുന്നുണ്ട്. തക്കാളി നമ്മൾ ഈ കറിക്ക് ചേർക്കുന്നില്ല, പള്ളിക്കറി ആയതുകൊണ്ട് സോയ സോസാണ് ചേർക്കുന്നുള്ളത്. പച്ചമസാല ഇട്ട് ജയിച്ച് നല്ലൊന്ന് തള വരുമ്പോൾക്ക് ഫുള്ള് ഇളക്കണം. ഫുള്ള് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇനി ചേർക്കാനുള്ള ഇത് ക്രഷഡ് മുളാവും. ചതച്ച മുള എന്ന് പറയും. ആ ചതച്ച മുള് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവാൻ വെക്കണം ബീഫിനെ. നമ്മളെടുത്ത വൈബ് എന്ന് വെച്ചാൽ ഈ കറി വെക്കുന്നതൊക്കെ ഏകദേശം നല്ല ആളുണ്ടാവും. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാരും പിന്നെ യുവാക്കളും എല്ലാം ഇതിനെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇറച്ചി കవ్വാൻ, ഉള്ളി കട്ടാക്കാൻ, ഉള്ളി മുറിക്കാൻ, പിന്നെ കറീൻ്റെ
ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറയാനുണ്ടാവും. പിന്നെ ഭക്ഷണത്തിലേക്ക് ചട്ടുവാനിടാൻ എല്ലാത്തിനും അങ്ങനെ വേറെ തന്നെ ഒരു വൈബായി രാത്രി പിന്നെ സമയമാകുമ്പോൾ. കാരണം നമ്മളെ കറി നന്നായിട്ട് തളിച്ച് വരുന്നുണ്ട്. ഗാലറിയിൽ നല്ല ആളുണ്ട് നോക്കാൻ. ഗാലറി നല്ല ആളുണ്ട്. അപ്പോൾ തളിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ചുറ്റും മൊത്തത്തിൽ നമുക്ക് അറിയില്ല ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കാനുണ്ട്. മീറ്റ് മസാല, മുളക് പൊടി, മീറ്റ് മസാല ഇട്ട് മുളക് പൊടി ഇട്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ടത് മീറ്റ് മസാലയും മുളക് പൊടിയാണ്, വറുത്ത മുളക് പൊടി. ഏകദേശം ഒരു വേവെത്തുമ്പോഴാണ് ഇതിലേക്ക് ഇത് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് പിന്നെ ഒന്നും കൂടി നന്നായി തിളക്കാൻ വെക്കണം. ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാറുള്ളത് വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നല്ല വറുത്ത മല്ലിപ്പൊടി ഇടുന്നുള്ള ഇതിൻ്റെ സ്പെഷ്യലാണ്. പള്ളിക്കറിൻ്റെ സ്പെഷ്യൽ വറുത്ത തേങ്ങാൻ്റെ പൊടി. അതെ, വറുത്ത തേങ്ങാൻ്റെ പൊടി ഇതിൻ്റെ പള്ളിക്കറിൻ്റെ സ്പെഷ്യൽ. വെച്ചിട്ട് വറുത്ത തേങ്ങ അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ബാക്കിയുള്ള എല്ലാം ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഇനി തീ ഒന്ന് പിന്നെ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇളക്കി കൊടുക്കേണ്ട സമയം, കാരണം പള്ളിക്കറിയാണ്, കറി ഗ്രേവി അല്ല, നല്ല തിക്കായിട്ട് വരുന്നത്. അപ്പോൾ അടുക്കി പിടിക്കാത്ത മാതിരി ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഏകദേശം എല്ലാം ഇതിലേക്ക് ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് ഇന്ന് രാത്രി കുടിക്കാനുള്ളത് മധുരത്തിനൊരു സോജി കൂടി ആക്കുന്നുണ്ട്, തരീൻ്റെ സോജും കൂടി ആക്കുന്നുണ്ട്. കറി ഏകദേശം എല്ലായി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കറി ഏകദേശം 230 230 കിലോ കറിയാണ്, ഇറച്ചിയാണ് ഇതിൻ്റെ കറി വെച്ചിരുന്നത്. ഏകദേശം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. സംഭവം ക്ലിയർ. നമ്മളെ പള്ളിക്കറി, സ്പെഷ്യൽ പള്ളിക്കറി ഫുള്ള് റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യവും റിവ്യൂ എല്ലാം വയ്യ അസ്രംസ്കാരത്തിന് ശേഷം നമുക്കത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. ഉള്ള കറിയൊക്കെ റെഡി. ഏകദേശം 230 കിലോ ഇറച്ചിയാണ് നമ്മൾ കറി വെച്ചത്, പള്ളിക്കറിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ, ഫുഡിൻ്റെ ഫീൽഡിൽ 4 വർഷമാണ് ഈ റാത്തിബ് ആകുന്നത്. ഒരു റാത്തിബ് ദിവസമാണ് ഞാൻ ഈ പണി ഈ ഫീൽഡിൽ ഇറങ്ങി. ഇന്ന് 4 വർഷം തികയ്ക്കുന്നു. ഇങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് താഴെ കമൻറ്റ് രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.